അതെ, നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ ജോയിൻ വിത്ത് us. സ്പീക്കൽ അക്കാദമി, തിരുവില്ലാമല റോഡ്, പയ്യന്നൂർ. കഠിനം വേണ്ട, നിരന്തരമായിട്ടുള്ള പരിശ്രമം മാത്രം മതി. യെസ്, നൗ യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. ഇറ്റ് ഈസ് മൈ ഗ്യാരണ്ടി. വി ഓഫർ കോൺഫിഡൻസ് ബിൽഡിംഗ്, interview skills training, leadership development, and much more to help you speak English fluently and confidently. Our contact number 9497585692. Welcome to all. Bye. വാഴാനി ഡാമിന്റെ തീരത്ത് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കുട്ടിക്കൊമ്പൻ ചെരിഞ്ഞു. അണുബാധയേറ്റ മുറിവുകൾ കരിയാത്തതാണ് മരണകാരണം. വാഴാനി റിസർവോയറിന്റെ തീരത്ത് പരിക്കേറ്റ ചികിത്സയിലായിരുന്ന 16 വയസ്സുകാരൻ കാട്ടാന ചെരിഞ്ഞു. മറ്റാനകളുടെ കുത്തേറ്റുണ്ടായ ആഴത്തിലുള്ള മുറിവുകളും അണുബാധയും മൂലം 2 ആഴ്ചയിലധികമായി മരണത്തോട് മല്ലിട്ടിരുന്ന കുട്ടിക്കൊമ്പൻ ഞായറാഴ്ച ഉച്ചയോടെയാണ് ചെരിഞ്ഞത്. കഴിഞ്ഞ ജനുവരി 21-ന് വനംവകുപ്പ് അധികൃതർ ആനയെ മയക്കുവെടിവെച്ച് വ്രണങ്ങളിൽ മരുന്നുവെച്ച് കെട്ടുകയും ആന്റിബയോട്ടിക്കുകൾ നൽകുകയും ചെയ്തിരുന്നു. ചികിത്സയ്ക്ക് ശേഷം ആന ആരോഗ്യവാനാണെന്നും നിരീക്ഷണം മാത്രം മതിയെന്നുമാണ് അന്ന് അധികൃതർ അറിയിച്ചിരുന്നത്. എന്നാൽ പ്രതീക്ഷകൾ അസ്ഥാനത്താക്കി മുറിവുകൾ പഴുത്തൊലിക്കുകയും ആന്തരികാവയവങ്ങളെ അണുബാധ ബാധിക്കുകയുമായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി ഒരേ സ്ഥലത്ത് തന്നെ തളർന്നു നിന്നിരുന്ന ആനയ്ക്ക് തീറ്റയെടുക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. വനംവകുപ്പിന്റെ ചികിത്സാ പിഴവാണ് ആനയുടെ നില വഷളാക്കിയതെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആരോപണം ഉന്നയിക്കുന്നതിനിടെയാണ് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് അന്ത്യം സംഭവിച്ചത്. പ്രമുഖ വൈൽഡ് ലൈഫ് വെറ്റിനറി സർജൻ ഡോക്ടർ ഡേവിഡ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ രാത്രിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. ആനയുടെ മൃതദേഹം തിങ്കളാഴ്ച സംസ്കരിക്കുമെന്ന് പീച്ചി വാഴാനി വന്യജീവി സങ്കേതം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ TN രാജേഷ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് CCV.